നമസ്കാരം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും, അതായത് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ്, അതുപോലെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ നിർമ്മിച്ചതോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവർ നിർമ്മിച്ചതോ ഒന്നല്ല. അത് എന്താ, നമ്മൾ വെറും എന്ത് ചെയ്യുന്നത്, ഉപഭോക്താക്കൾ മാത്രമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. അതായത് AI, റോബോട്ടിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്റ്റുഡൻസിനെ എക്വിപ്പ് ചെയ്യണം. അതായത് പുതിയൊരു ടെക്നോളജി പഠിപ്പിച്ച് എക്വിപ്പ് ചെയ്യണം. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂസേഴ്സ് മാത്രമാണ്, കൺസ്യൂമേഴ്സ് മാത്രമാണ്. കുറേ കാലമായിട്ട് നമ്മളെ നാട്ടിലെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കൺസ്യൂമേഴ്സ് മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇനിയൊരു ട്രാൻസ്ഫോർമേഷണൽ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതേപോലെ ഇതുപോലെ AI, റോബോട്ടിക്സ് ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതേപോലെ അതുപോലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇന്നോറൂട്ട്സ് AI എന്ന് പറയുന്നത് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2 കോഴ്സാണ്. അതായത് റോബോട്ടിക്സ് ആൻഡ് AI അങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ്, പിന്നെ AI ആൻഡ് മെഷീൻ ലേണിംഗ് അങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ്. ടോട്ടൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 22 മാസമാണ്. 22 മാസം. അതിൽ 10 മാസം ഞങ്ങൾക്ക് ഇൻഹൗസ് ട്രെയിനിങ് ആണ്. അതായത് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് തന്നെ ട്രെയിനിങ് ആയിരിക്കും. അതിനുശേഷം 12 മാസം ഓൺ ജോബ് ട്രെയിനിങ് ആണ്. അത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, അവരെ ഒരു സ്റ്റൈപ്പൻഡോട് കൂടി, ഒരു 1 ലക്ഷം വരുന്ന സ്റ്റൈപ്പൻഡോട് കൂടി, ഇയർലി 1 ലക്ഷം സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺ ജോബ് ട്രെയിനിങ്ങിന് അയക്കാം. അതിൽ നിന്ന് വരുന്ന കുട്ടി എന്ന് പറയുന്നത് ടോട്ടലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതായത് ഇൻഡസ്ട്രിയൽ ലെവൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെ നമുക്ക് സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്ത് അവരെ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ, ടോപ്പ് ടു ബോട്ടം അല്ല നമ്മളുടെ അപ്രോച്ച് വേണ്ടത്. എവിടെ AI അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് അല്ല നമുക്ക് ഇനി വേണ്ടത്. നമുക്ക് ബോട്ടം ടു അപ്രോച്ച് വേണം. അതായത് റൂറൽ, നമ്മളതേപോലെ ചെറിയ ചെറിയ ടൗണിൽ നിന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിലുള്ള ഓരോ യൂത്തിനെയും എക്വിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതുപോലുള്ള ഞങ്ങൾ എന്ത് ചെയ്യും, ചെറിയ ടൗണുകളിൽ ഞങ്ങൾ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ എക്വിപ്പ് ചെയ്യും. അതായത് ഇന്നത്തെ ആവശ്യം എന്താണോ, അതായത് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ആവശ്യം എന്താണോ അതിന് വേണ്ട AI, റോബോട്ടിക്സ്, അതുപോലുള്ള എക്വിപ്മെൻറ്റ്സ്, ജെറ്റ്സൺ നാനോ, അതേപോലുള്ള NVIDIA ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.